നമസ്കാരം. നിയമത്തിനും ചട്ടങ്ങൾക്കും കാവൽ നിൽക്കേണ്ട പോലീസുകാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വെറും അടിമകളായി മാറിയാൽ ഈ നാട്ടിലെ ക്രമസമാധാനം എങ്ങനെയാണ് പോവുക? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിച്ച മുൻ ധനമന്ത്രി KN ബാലഗോപാലിനു വേണ്ടി എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പരസ്യമായി രാഷ്ട്രീയ പ്രചാരണം നടത്തിയ ഇടത് സംഘടനാ നേതാക്കളായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ബാലഗോപാലാണ് വിശ്വസിക്കാമെന്ന പേരിൽ അദ്ദേഹത്തിന്റെ വലിയ ചിത്രവും വെച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ സംസാരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കടുത്ത നിയമ നടപടി സ്വീകരിക്കാമെന്നും വകുപ്പ് തലത്തിൽ കർശന നടപടി എടുക്കണമെന്നും ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. CPMന്റെ കടുത്ത രാഷ്ട്രീയ ഇടപെടലിലൂടെ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചെടുക്കാൻ വലിയ രീതിയിലുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമായിരിക്കെയാണ് ഈ പോലീസുകാരുടെ പണി കളയുന്ന ഗൗരവമേറിയ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി നൽകിയ പരാതിയിലായിരുന്നു ഈ സമഗ്രമായ അന്വേഷണം നടന്നത്. മുൻ ധനമന്ത്രി KN ബാലഗോപാലിന്റെ പൂർണ്ണമായ അറിവോടെയും സമ്മർദ്ദത്തോടെയുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ തെരഞ്ഞെടുപ്പ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊല്ലം റൂറൽ പോലീസിലെ ഇടത് സംഘടനാ ഭാരവാഹികളായ ഗ്രേഡ് SI നജീം, സീനിയർ CPO സുജിത്, CPOമാരായ ചിന്തു, ശിവേഷ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ വകുപ്പുതല നടപടിക്ക് പോലീസ് വൃത്തങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസ് ആസ്ഥാനത്ത് വന്ന മാറ്റങ്ങൾ എന്ന ആകർഷകമായ തലക്കെട്ടോടെ ആരംഭിക്കുന്ന വീഡിയോയിൽ ധനമന്ത്രിയുടെ പ്രത്യേക താൽപര്യത്തിൽ നിർമ്മാണം ആരംഭിച്ച റൂറൽ ജില്ലാ ആസ്ഥാനത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെ വലിയ സൗകര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നതാണുള്ളത്. കേവലം 56 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയുടെ അവസാന ഭാഗത്താണ് ബാലഗോപാലാണ് വിശ്വസിക്കാമെന്ന രാഷ്ട്രീയ വാചകവും ബാലഗോപാലിന്റെ ചിത്രവും വരുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കേണ്ടവർ കാക്കി കുപ്പായമിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി PR വർക്ക് നടത്താൻ ഇറങ്ങിയത് എത്രത്തോളം നാണംകെട്ട അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കണം. ഇതിലൂടെ കേരള പോലീസിന്റെ അന്തസ്സാണ് ഈ രാഷ്ട്രീയക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ കളഞ്ഞുകുളിച്ചത്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഈ വീഡിയോയോ അല്ലെങ്കിൽ ബാലഗോപാലിന്റെ ചിത്രമുള്ള പോസ്റ്ററോ ഒന്നുമല്ല പ്രധാന പ്രശ്നം. മറിച്ച് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കൃത്യമായ ശമ്പളവും ആനുകൂല്യവും വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ, അതും പ്രത്യേകിച്ച് പോലീസുകാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പരസ്യമായി ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താൻ ഇറങ്ങി തിരിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും ലജ്ജാകരമായ വിഷയം. ഇത്തരം പ്രവണതകളെ നമ്മൾ അതീവ ഗൗരവത്തോടെ കാണുകയും ശക്തമായി എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ അത് കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുഴലൂത്തുകാരായി മാറാൻ പോലീസുകാർക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? രാഷ്ട്രീയ നിഷ്പക്ഷത പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ AKG സെന്ററിലെ കൽപ്പനകൾ അനുസരിച്ച് വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സുതാര്യമാവുക? KN ബാലഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാവ് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീർണതയാണ് വ്യക്തമാക്കുന്നത്. അധികാരം ഉപയോഗിച്ച് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന ഇടതുപക്ഷത്തിന് ഇപ്പോൾ DGPയുടെ മുന്നിലെത്തിയ റിപ്പോർട്ടിലൂടെ വലിയ തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ വികസനത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് തട്ടാൻ വേണ്ടി പോലീസിനെ പോലും ദുരുപയോഗം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് കൊട്ടാരക്കരയിൽ വെളിച്ചത്തായിരിക്കുന്നത്. വീണ്ടും ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കാം ഇവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവുക. എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായാലും നിയമം ലംഘിച്ച ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ പുതിയ സർക്കാർ അനുവദിക്കരുത്. തെറ്റുകാരെ സംരക്ഷിക്കുന്ന CPM ശൈലി ഇനി കേരളത്തിൽ നടപ്പില്ല. സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇത്തരം മാഫിയ കളികൾക്കെതിരെ ശക്തമായ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകണം.